പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വം. ഗിലെയാദ് ഇന്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ ലോകമെമ്പാടും എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങൾക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഇന്ന് രാത്രിയിൽ ഈ വീഡിയോയുമായി നിങ്ങളുടെ മുൻപാകെ കടന്നു വരുവാൻ സർവ്വശക്തനായ ദൈവം എന്നെ ബലപ്പെടുത്തിയ ദൈവത്തിൻ്റെ എല്ലാ കൃപകൾക്കായിട്ട് ദൈവത്തിന് മുഴുമഹത്വവും പ്രാരംഭമായിട്ട് സമർപ്പിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ദൈവം നമ്മെ ഏവരെയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ദിവസങ്ങളിൽ ഡിസംബർ 25 ലോകമെങ്ങും ക്രിസ്തുമസായിട്ട് ആഘോഷിക്കുകയാണ്. വാസ്തവത്തിൽ വിശുദ്ധ ബൈബിളിനകത്ത് അല്ലെങ്കിൽ തിരുവചനത്തിനകത്ത് ഡിസംബർ 25-ാം തീയതിയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ചത് എന്നതിനെപ്പറ്റി യാതൊരു വിധമായ പരാമർശങ്ങളുമില്ല. വാസ്തവത്തിൽ അങ്ങനെ ഒരു ഡേറ്റ് തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. ഡിസംബർ 25-ാം തീയതിയാണ് നമ്മുടെ കർത്താവ് ജനിച്ചതായിട്ട് അങ്ങനെ ഒരു പരാമർശം വ്യക്തമായിട്ട് തിരുവെഴുത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നെ ആരാണ് ഈ ക്രിസ്തുവിൻ്റെ ജനനം ഡിസംബർ 25-ാം തീയതിയാണ്, അന്ന് ക്രിസ്തുവിൻ്റെ ജനനമാണ് എന്ന് പറയുന്നത്? നമുക്ക് ചരിത്രം നാം പഠിക്കുമ്പോൾ യഹൂദന്മാരുടെ കലണ്ടർ അനുസരിച്ച് കിസ്ലേവ് മാസത്തിൽ, ആ മാസമെന്ന് പറഞ്ഞാൽ മഞ്ഞും മഴയും ഉള്ള മാസമാണ്, തണുപ്പുള്ള മാസമാണ്. ആ മാസത്തിലാണ് കർത്താവ് ജനിച്ചത് എന്ന് പറയുവാൻ കാരണം ആട്ടിടയന്മാർ തണുപ്പുള്ള മാസത്തിലാണ് ചൂട് കായാൻ അല്ലെങ്കിൽ തീ കായുവാൻ വേണ്ടി ആയിരുന്ന സന്ദർഭത്തിലാണ് അവർക്ക് നക്ഷത്രം അവർക്ക് വെളിപ്പെട്ടത്. അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. വാസ്തവത്തിൽ അങ്ങനെ ഒരു രേഖപ്പെടുത്തൽ തിരുവചനത്തിനകത്തില്ല. വാസ്തവത്തിൽ എന്നാണ് കർത്താവ് ജനിച്ചത് എന്നതിനെപ്പറ്റി ഇന്നും ലോകത്തിന് അത് അവ്യക്തമാണ്. അങ്ങനെ ഒരു ഒരു ക്ലിയറായിട്ടുള്ള ഒരു ഡേറ്റ് ലോകത്തിന് കിട്ടിയിട്ടില്ല. ഇന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ജനിച്ച ദിവസമെന്ന് പറഞ്ഞാൽ ആർക്കും അതിനെപ്പറ്റി അറിയത്തില്ല. തിരുവചനത്തിനകത്ത് അങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഡേറ്റിനെ പറ്റി പരാമർശിക്കുന്നില്ല. ഇന്ന് നാം ലോകമെങ്ങും ക്രിസ്തുമസായിട്ട് ലോകമെങ്ങുമുള്ള ആൾക്കാർ ഡിസംബർ 25-നെ ക്രിസ്തുമസായിട്ട് അവർ വെച്ചിരിക്കുന്നു, അതിനെ അവർ ആഘോഷിക്കുന്നു. വാസ്തവത്തിൽ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ജനിച്ചപ്പോൾ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്നാണ് തിരുവചനത്തിനകത്ത് നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ജനിച്ചപ്പോൾ തന്നെ രാജാവായിട്ട് തീർന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. നമ്മുടെ കർത്താവ് ജനിച്ച വർഷങ്ങൾക്ക് ശേഷം രാജാവായ ഒരു വ്യക്തിയല്ല, ജനിച്ചപ്പോൾ തന്നെ താൻ രാജാവായിട്ട് പിറന്നവനാണ്. ഈ ഭൂമിയിലേക്ക് രാജാവായിട്ട് ജനിച്ച ഒറ്റയൊരു വ്യക്തിയുള്ളത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. കർത്താവ് ഈ ഭൂമിയിലേക്ക് ജനിച്ചു. ഈ ഭൂമിയിലേക്ക് ജനിച്ച ദിവസത്തെ പറ്റി വ്യക്തമായിട്ട് ആർക്കും ഒരു പരാമർശമില്ല. എങ്കിലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം ഇന്നും ഒരു അത്ഭുതമാണ്. എല്ലാവർക്കും അത് ഇന്നും ഒരു അത്ഭുതമാണ്. അതൊരു മഹാസന്തോഷമാണ്. സകല ജനത്തിനും ഉളവായ ഒരു മഹാസന്തോഷമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം എന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ലോകത്തിൻ്റെ രക്ഷിതാവായിട്ടാണ്, ലോകരക്ഷിതാവായിട്ടാണ് ഈ ഭൂമിയിലേക്ക് അവതരിച്ചത്. മുഴു ലോകത്തെയും പാപത്തിൻ്റെ അധീനതയിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയാണ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ ക്രിസ്തുവിനെ എന്ന് രക്ഷകനായിട്ട് അല്ലെങ്കിൽ കർത്താവായിട്ട് അംഗീകരിക്കുന്നു. ആ ദിവസമാണ് ക്രിസ്തു അവൻ്റെ ഉള്ളിൽ ജനിക്കുന്നത്. വാസ്തവത്തിൽ ആ ഒരു ജനനമാണ് മർമ്മപ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത്. ഒരു ക്രിസ്തു ശിഷ്യൻ അല്ലെങ്കിൽ ഒരു ദൈവഭക്തൻ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിക്ക് അല്ലെങ്കിൽ ഒരു ദൈവഭാഗത്തേക്ക് വരുന്ന ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ ക്രിസ്തു എന്നും ജനിക്കുകയാണ്. ഒരു സ്പെഷ്യൽ ഡേറ്റ് അല്ലെങ്കിൽ ഒരു ഡിസംബർ 25-ാം തീയതിയാണ് ക്രിസ്തുമസ് ആയിട്ട് ഞാൻ ആഘോഷിക്കുന്നതെന്ന് പറയുവാൻ അങ്ങനെയൊന്ന് നമുക്ക് അത് ആഘോഷിക്കുന്നവർക്ക് അതുണ്ട്. അത് ആഘോഷിക്കാത്തവർക്ക് ക്രിസ്തു വാസ്തവത്തിൽ ഒരു ക്രിസ്ത്യാനിക്ക് അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിന് അവൻ്റെ ഉള്ളിൽ വാസം ചെയ്യുകയാണ്. ക്രിസ്തു അവൻ്റെ ഉള്ളിൽ എന്നും ജനിക്കുകയാണ്, എന്നും ക്രിസ്തു അവൻ്റെ ഉള്ളിൽ വസിക്കുകയാണ്. ക്രിസ്തു അവൻ്റെ ഉള്ളിൽ വാസം ചെയ്തുകൊണ്ട് അവന് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ
വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ജനിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ക്രിസ്തുവിനെ വാസ്തവമായിട്ട് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങൾ ഇന്ന് രാത്രിയിൽ ദൈവത്തിന് സമർപ്പിക്കുമെങ്കിൽ, ദൈവം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ജനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ വാസ്തവത്തിൽ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു ദൈവ പൈതൽ അല്ലെങ്കിൽ ഒരു ദൈവത്തെ അറിയുന്ന ഒരു ദൈവ മനുഷ്യൻ എന്ന് പറയുന്ന ആ വ്യക്തിയോടുകൂടെയാണ് ക്രിസ്തു എന്നും ജനിക്കുകയും എന്നും വാസം ചെയ്യുകയും ചെയ്യുന്നത്. ഇന്ന് രാത്രിയിൽ നമുക്ക് അല്ലെങ്കിൽ ഒരു ദൈവഭാഗത്തായിരിക്കുന്ന ഒരു ദൈവ പൈതലിന് അവൻ എന്നും ക്രിസ്തു അവനോടുകൂടെ വാസം ചെയ്യുകയാണ്. വാസ്തവത്തിൽ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിനെ വാസ്തവമായിട്ട് മനസ്സിലാക്കാം. വാസ്തവമായിട്ട് ദൈവത്തെ അനുഭവിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് ജീവിക്കാം. ഇന്ന് രാത്രിയിൽ ലോകമെങ്ങും വരും ദിവസങ്ങളിൽ ഡിസംബർ 25 ക്രിസ്തുമസ് ആയിട്ട് ആഘോഷിക്കുകയാണ്. വാസ്തവത്തിൽ ഒരു ക്രിസ്തു ശിഷ്യൻ അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിന് അവനെന്നും ക്രിസ്തു അവനോടുകൂടെ വാസം ചെയ്യുകയും അവനോടുകൂടെ ജീവിക്കുകയും അവന് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ അവൻ്റെ ഉള്ളിൽ എന്നും ജനിക്കുകയും ചെയ്യുകയാണ്. ആ ഒരു അവസ്ഥയിലേക്ക്, ആ ഒരു അനുഭവത്തിലേക്ക് നമുക്കും കടന്നു വരാം. ദൈവം നമ്മെ ഏവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പ്രത്യാശിക്കുകയാണ്. ഈ വീഡിയോ ഏവർക്കും അനുഗ്രഹപ്രദമായി തീരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. തുടർന്നും ദൈവം നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.